ദിലീപേട്ടന് നമ്മളെയൊക്കെ കുറിച്ച് കുറെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പറയൂ, ഇവിടെ വന്നിട്ട് എന്താണ് അഭിപ്രായം? കിച്ചൺ മാജിക്കിൽ ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ശ്ലോകം ആയിട്ട് പറയാം. ഓ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. മര്യാദക്കൊന്നും പറയില്ല, നമുക്ക് മനസ്സിലാവില്ലല്ലോ, അടിയിട്ടില്ലല്ലോ. അഭിപ്രായം പറയുമ്പോൾ അഞ്ജനയുടെ കൂടെ നിന്നിട്ടില്ല എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ അഭിപ്രായം പറയും. ശരി, അപ്പൊ കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശം. നമ്മളെ സഹിച്ചു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലല്ല, അഞ്ജന ഉൾപ്പെടെ പറയുന്നത്. പറയും. പിതാവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർവാൻ്റെ നാമത്തിൽ എന്നെ ഇന്ന് ഈ ചടങ്ങിന് വിളിച്ച് കുക്കിംഗ് എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇമ്മാതിരി കളിപ്പിക്കില്ല കൊണ്ടെത്തിച്ച ഈ സഹോദരിയെ നീ കാത്തോളണമേ പിതാവേ. പുതിയ ലൈസോ ഇവള് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇമാരിയുള്ള പെടുത്തൽ പിടിച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ച ഇവിടെ കൊണ്ടുവന്ന് പാട്ട്, പിന്നെ ഇത്തരം പരിപാടികൾ എന്നിട്ട് അതൊന്നും പറഞ്ഞോ? അതൊന്നും നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലേ? നമ്മളും ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ടാലൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്താണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് അല്ലേ അഞ്ജന? അഞ്ജന, നമ്മുടെ ഉദ്ദേശം അത് സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ കാശൊന്നും തരത്തില്ല, പക്ഷെ നാട്ടുകാർ മൊത്തം അറിയില്ലേ, അയ്യോ ദിലീപേട്ടൻ ഇത്ര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. മാത്രല്ല ഇത് ഒരുപാട് പേര് കാണുന്ന പ്രോഗ്രാം, നാളെ ഗൾഫ് ഷോയൊക്കെ നിറയും. പിന്നെ എൻ്റെ കൂടെ സംഗീത ഭയങ്കര ഫ്രണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ, അല്ലാന്ന് പറയല്ലേ. പിതാവേ, എൻ്റെ കൂടെ 2 വർക്കിൽ എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ നടന്നത് ചക്കര പൊന്നെ തന്നെ പല എന്നൊക്കെ വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചാണ്. എന്നിട്ടും ഇവിടെ വന്നപ്പോൾ എന്നൊന്ന് മൈൻഡ് ചെയ്യോതാ ഒരു പുതിയ ആളെ കിട്ടിയപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ഇത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് കിടന്നപ്പോൾ എൻ്റെ പൊന്നെ കർത്താവേ അവളെ കാത്തുകൊള്ളണമേ. പക്ഷേ എന്നെ കാത്തുക്കണേൻ്റെ പോലെ അവളുടെ തലയിൽ 1-2 മുട്ടും കൊടുത്തിട്ട് അവളെ കാത്തുകൊണ്ട് പോകണമേ. പിന്നെ എത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടിനെ എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അനിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഞാൻ പറയുന്നില്ല. അനിലെ കുറിച്ചും പറയാം. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു ചാടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ പൊന്നു പിതാവേ, ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ഫോണെടുത്ത് വെച്ച് കുത്തിക്കൊണ്ട് കളിക്കുന്ന ചെവിയിലെ ചെറിയ മൈക്രോഫോൺ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കണ്ടത്. പിന്നെ ഞങ്ങളെ കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് പിതാവേ അവരെ വലിയ ബ്രേക്കില്ലാണ്ട് ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. പിതാവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, അവളെ കാത്തു രക്ഷിക്കണമേ. എന്നാലും കിച്ചൺ മാജിക്കിൻ്റെ കാര്യം വരുമ്പോൾ എന്നെ വിളിച്ച് കൂട്ടുകാരിക്ക് മാർക്ക് കൊടുക്കണമേ, അവളുടെ മാർക്ക് കുറച്ച് താത്തി കൊടുക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് തമാശയാണ്. മാർക്ക് ഇല്ല, ഞാൻ പ്രശ്നം